ഹായ് ഫ്രണ്ട്സ്, ഈ പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ ഒരു പല്ലെടുക്കാനാണ്. ഞാൻ എൻ്റെ പല്ലിൽ ഗ്രില്ലിട്ടിട്ട് ഇപ്പോൾ എൻ്റെ 8ാമത്തെ മാസമാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഓവറിൽ കേൾക്കാൻ പറ്റും. ഇതിനിടയിൽ എൻ്റെ 2 പല്ലാണ് അവർ പറിച്ചെടുത്തത്. ഇതിപ്പോൾ 3ാമത്തെ പല്ല. ഡോക്ടർ 4-4:30 വരാനാണ് പറഞ്ഞത്. ഓൾറെഡി ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഈ ഓട്ടോയിൽ കൊട്ടിയെത്താറായപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. ഓട്ടോ ഇല്ലാന്ന് ഞങ്ങൾ ഇതിലും താമസിച്ചേനെ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കൊട്ടിയെത്തി. പിന്നെ എനിക്കൊരു ഹെഡ്സെറ്റൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബാഗിലോട്ട്. ഞാൻ പിന്നെ അവിടെ പോസ്റ്റ് ആയിട്ട് പിന്നെ ഈ സാധനമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആകാശത്ത് നിന്നോ പ്രത്യേക ഭംഗി. വലിയ മഴയോ കാറ്റോ ഒന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല. സോ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റി. പല്ലെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ടൈം ഒട്ടും കളഞ്ഞില്ല. കൊട്ടിയത്തിൽ നിന്ന് വളരെ അടുത്താണ് ഹോസ്പിറ്റൽ. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഇതാണ് ഞാൻ എൻ്റെ പല്ല് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്ക് പല്ലെടുക്കുന്നതിന് അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ഇൻജക്ഷൻ വേറൊന്നുമല്ല, പല്ലെടുക്കുന്നതിന് മുന്നൊരു ഇൻജക്ഷൻ എടുക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും പേടി. വേറൊന്നുമില്ല, പല്ലെടുക്കുന്നതിന് അങ്ങനെ ടെൻഷനൊന്നുമില്ല. പക്ഷേ ഇൻജക്ഷനാണ് എനിക്ക് ടെൻഷൻ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ഭീമാകാരമായ പല്ല്. ഇതിന് ഇത്ര നീളം ഉണ്ടായിരുന്നോ? ഒരു പല്ലെടുത്തപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അതങ്ങ് മാറിപ്പോയി. പിന്നെ ഇത് കണ്ടാലും പേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു മാസ്ക് എടുത്തിട്ട്. പിന്നെ പല്ലെടുത്തോണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐസ്ക്രീം മേടിച്ച് കപ്പം തന്നെ ഒരു സ്ഥലം കഴിക്കുന്നു. കാരണം എന്നെ കൊണ്ട് അവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ലെന്ന് നമുക്കറിയാം. പിന്നെ പല്ലെടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി ഇവനെ കണ്ട. അങ്ങനെ ഇവനെ ഒരു ഹായ് കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. സോ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോസ് കാണാം. ബൈ.